മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും. പാറയുടെ നാടോടി രൂപകങ്ങൾ. പാറ എന്ന കൽ രൂപം കേരള പ്രകൃതിയിലുടനീളം കാണപ്പെടുന്നതും മലയാളിയുടെ ജീവിതത്തിലും ഭാഷയിലും വ്യാപകമായി അടയാളപ്പെടുന്നതുമാണ്. പാറകൾ ചൈതന്യവത്തായ കഥാപാത്രമെന്ന നിലയിലും നാടോടി മിത്തെന്ന നിലയിലും മലയാളിയുടെ ജീവിതത്തിൽ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ഇന്ന് പാറമടകൾ പൊട്ടിച്ചു വിൽക്കാൻ കഴുകൻ കണ്ണോടെ നോക്കുന്ന കച്ചവട സംഘങ്ങളുടെ കാലമാണ്. നമ്മുടെ വികസന ഭ്രാന്ത് അവയെ തകർക്കുന്നു. കരടിയുടെ ആകൃതിയുള്ളതിനാൽ അട്ടപ്പാടിയിലെ ആദിവാസികൾ അതിനെ കരടിപ്പാറ എന്ന് വിളിച്ച് സാഹോദര്യപ്പെടുത്തി. പീരുമേടിനടുത്ത് പരുന്തുപോലെ കാണപ്പെട്ടതിനെ പൂർവികർ പരുന്തുംപാറ എന്ന് വിളിച്ച് താലോലിച്ചു. ആനയാകൃതിയിലെ പാറകളെ ആനപ്പാറകളാക്കി സ്വീകരിച്ചു. ആ മാതൃകയിൽ പോത്തൻപാറയും ഒട്ടകപ്പാറയും ഉണ്ടായി. കാട്ടാത്തിപ്പാറ എന്ന പേരിന് പിന്നിൽ ഒരു നാടൻ കഥയുണ്ട്. അവിടെ ജീവിച്ചിരുന്ന ആദിവാസികളിൽ കാട്ടാത്തി എന്നൊരു സുന്ദരി ഉണ്ടായിരുന്നു. അവളുടെ കാമുകനെ ഒരു ബന്ധു മൂപ്പൻ്റെ അനുവാദത്തോടെ വകവരുത്തി അവളെ വിവാഹം ചെയ്തു. കാമുകവധത്തിൽ വേദനിച്ചുകൊണ്ടിരുന്ന കാട്ടാത്തി ഒരിക്കൽ ഭർത്താവ് തേനെടുക്കാനായി പാറയിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ തൻ്റെ പിടിയിലുണ്ടായിരുന്ന കയർ വിട്ടുകളയുന്നു. ശേഷം കുറ്റബോധം കൊണ്ട് അവളും അവിടെ ചാടുന്നു. അങ്ങനെ ആ പാറ കാട്ടാത്തിപ്പാറയായി. കേരളത്തിൽ പാറയിൽ അവസാനിക്കുന്ന സ്ഥലപ്പേരുകളുടെ എല്ലാം പുറകിൽ ഐതിഹ്യ കഥകൾ കാണാം. നെടുമങ്ങാടിനടുത്തെ കുറവൻ പാറയും കുറത്തിപ്പാറയും അതുപോലൊരു പ്രണയകഥ പറയുന്നുണ്ട്. ശാസ്താവുമായി ബന്ധപ്പെട്ട കഥയാണ് ശാസ്താംപാറ അഥവാ ചാത്തമ്പാറയ്ക്കുള്ളത്. തിരുനെല്ലി വിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള പിണ്ഡപ്പാറയിൽ പരശുരാമൻ തൻ്റെ പിതാവായ ജമദഗ്നിക്ക് പിണ്ഡം വെച്ചിരുന്നുവെന്ന് പത്മപുരാണപ്രകാരമുള്ള മിത്തോളജി പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ചാണോത്തിപ്പാറയാകട്ടെ പശുവിൻ്റെ ചാണകം പോലെയാണ് കാണപ്പെടുന്നത് അത്രേ. ചാലിയാറിൽ ചോലാടിപ്പുഴ ചേരുന്നിടത്ത് ഒരു പാറയിൽ ചെമ്പിൽ വീഴുന്ന ശബ്ദത്തിലാണ് വെള്ളം വീഴുന്നത്. നാട്ടുകാർ അതിനെ ചെമ്പ് കമിഴ്ത്തിപ്പാറ എന്ന് വിളിക്കുന്നു. തെന്മലയിലെ പിശാചുപാറയ്ക്ക് പിശാചുബാധ ഉണ്ടായിരുന്നു അത്രേ. പാറ വിടവുകളിലെ പൂക്കളുടെ സാന്നിധ്യമാണ് മൂന്നാറിൽ ഒരു പൂപ്പാറ ഉണ്ടാവാൻ കാരണം. വഴിക്കടവിലെ വെറ്റിലപ്പാറയിൽ കാട്ടുവെറ്റില ധാരാളമായിരുന്നു. വാഗമണ്ണിലെ പാറപ്പുറത്ത് ഒരു തങ്ങൾ തങ്ങിയിരുന്നതിനാൽ തങ്ങൾപ്പാറയായി. ചടയമംഗലത്തെ ജഡായുപ്പാറ രാമായണത്തിലെ വെട്ടേറ്റ ജഡായു പതിച്ച ഇടമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മണിമലയിലെ പുലിക്കല്ല് പാറയിലാണ് അയ്യപ്പൻ പുലിയെ കണ്ടെത്തിയത് എന്ന് കരുതപ്പെടുന്നു. എരുമേലിക്ക് ഭക്തർ പോകുന്നത് ഇവിടെ വിളക്ക് വെച്ച ശേഷമാണ്. തമ്പുരാട്ടിപ്പാറയുടെ പുറകിലും ഐതിഹ്യമുണ്ട്. ഗോത്രജരും ഗ്രാമീണരും സ്വജീവിത ഭാഗമാക്കുന്ന പാറകളും കുന്നുകളും കാടിനെയും നീരുറവകളെയും ഗർഭം ധരിച്ചിരിക്കുന്നു. പാറകളുടെ നാശം ആരംഭിച്ചതോടെ കേരളത്തിൻ്റെ കാലാവസ്ഥയും തകിടം മറിഞ്ഞു. കൊഴിഞ്ഞാമ്പാറ, എടവണ്ണപ്പാറ, തലപ്പാറ, കന്നൂട്ടിപ്പാറ, പാറശാല, പാറപ്പുറം, വടാട്ടുപാറ, പാറപ്പുഴ തുടങ്ങി അനേകം സ്ഥലപ്പേരുകൾ പാറയുമായി ബന്ധപ്പെട്ടുണ്ട്. പാറകളെല്ലാം നഷ്ടപ്പെട്ട് ദൈവകേരളം നരകകേരളമാകുന്ന കാലം വിദൂരമല്ല. പാറകളെ സംരക്ഷിക്കാൻ നാം പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.